എല്ലാവർക്കും മനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും കൊണ്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വട. വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു പലഹാരമാണ്. പിന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ വട ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന നല്ല നേർമയായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പുട്ടുപൊടി എടുക്കരുത്, ഇതുപോലെ നല്ല നൈസായിട്ട് പൊടിച്ച അരിപ്പൊടി തന്നെ വേണം. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ലേ, അതുപോലെ അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കുവാണ്. അപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ വെള്ളം അതിനകത്തോട്ട് പിടിച്ച് അതങ്ങ് കട്ടിയാവും. ഇതിനകത്ത് ഉപ്പോ എണ്ണ അങ്ങനെ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ അരിപ്പൊടിയും വെള്ളവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. കണ്ടോ, ഇപ്പോൾ കട്ടിയായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പം നല്ല ചൂടാണല്ലോ, അപ്പോൾ അതിൻ്റെ ചൂടൊന്ന് മാറുന്നത് വരെ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. കുറച്ചും കൂടി വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ നന്നായിട്ടങ്ങ് ഉടച്ചെടുക്കാം. അധികം കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവിടാം. ഇതിപ്പോൾ ശരിക്കും നമ്മൾ ഈ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, അത്രയും കട്ടിയുള്ള മാവായിട്ട് വരും. ഒത്തിരി കട്ടിയല്ല, ആവശ്യത്തിന് സോഫ്റ്റാണ്. ശരിക്കും ഇടിയപ്പത്തിൻ്റെ മാവ് പോലെ തന്നെ കേട്ടോ. അപ്പോൾ മാവെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള സവോള ഇടണം. ഞാനിവിടെ ഒരു ചെറിയ സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവോളയ്ക്ക് അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് ഇഞ്ചി, ഏകദേശം ഒരു ടീസ്പൂണോളം ഇഞ്ചി നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇതുപോലെ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ വട കഴിക്കുമ്പോൾ അത് കടിക്കത്തില്ല. അപ്പോൾ അതും ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് തന്നെ ഇതുപോലെ നല്ലതായിട്ട് അങ്ങ് കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും കൂടി നന്നായി ഒരുമിച്ച് മിക്സായി വരണം. അപ്പോൾ അതുകൊണ്ട് സ്പൂൺ വെച്ച് ചെയ്യുന്നേക്കാളും കൈവച്ച് തന്നെ എല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയോ കറിവേപ്പിലയോ ഒക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് വടയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് എണ്ണ അല്ലെങ്കിൽ വെള്ളം ഒന്ന് തേക്കണം കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. എണ്ണ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഉഴുന്നുവടയൊക്കെ ചെയ്യുമ്പം കൈ വെള്ളത്തിൽ മുക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്, അതുപോലെ തന്നെ വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ ഒരു ബോൾ എടുത്ത് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലൊരു കൈ വെച്ച് തന്നെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഈസിയാണ് കേട്ടോ. നല്ല കുറച്ച് കട്ടിയുള്ള മാവായതുകൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ വടയെല്ലാം നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാം. വട ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കിയിട്ടുണ്ട്. ഇതൊരു മീഡിയം ചൂടാകുമ്പം നമ്മൾ ഈ ഷേപ്പ് ചെയ്ത് വെച്ച വട അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയുടെ ചൂട് ഒത്തിരി കൂടാനും പാടില്ല, ഒത്തിരി കുറയാനും പാടില്ല കേട്ടോ. എപ്പോഴും ഒരു മീഡിയം ചൂടിലായിരിക്കണം. ഒരുപാട് കുറഞ്ഞു പോയാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം വടയിലോട്ട് ഒത്തിരി എണ്ണ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, എണ്ണ കുടിക്കും. അപ്പോൾ ഒത്തിരി ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ ആ സവോളയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും, പുറമേയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് അങ്ങനെ അധികം വേവാനൊന്നുമില്ലല്ലോ, നമ്മൾ വാട്ടിയെടുത്ത അരിപ്പൊടിയും പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും ഒക്കെയാണ്. അപ്പോൾ ഒത്തിരി സമയം അങ്ങനെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. 2 സൈഡും ഒന്നിങ്ങനെ നല്ല ബ്രൗൺ കളറായി ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. ഇതൊരു സൈഡ് ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട്, ഞാനിത് തിരിച്ചിടുവാണ്. ഇനി അടുത്ത സൈഡും കൂടി നല്ലതായിട്ടൊന്ന് ബ്രൗൺ ആയി ക്രിസ്പി ആയി വരണം. ഇപ്പോൾ ഈ വട റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയി, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതേ നല്ല അടിപൊളി വട റെഡി ആയിട്ടുണ്ട്. ഇത് പുറമേ നല്ല മൊരിഞ്ഞിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. എളുപ്പമല്ലേ, നമുക്ക് എപ്പോഴും വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ റെസിപ്പി ഷെയർ ചെയ്യണേ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.